എല്ലാവർക്കും ഫുഡ് ബോക്സ് ഫുഡ് റെസിപ്പിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ കോഴിക്കട്ട ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ചിട്ട് കോഴിക്കട്ട ഉണ്ടാക്കാൻ പോകും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ഞാൻ ചക്ക കുറച്ചെടുത്തിട്ട് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചക്ക ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇത് ഞാൻ 2 കപ്പ് 250 ml 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കുഴച്ചു കൊടുക്കാം. ഞാൻ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇത് കുഴച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് വെച്ചിട്ട് കുഴച്ച് ഇതാകുവാണെങ്കിൽ നമുക്ക് പിന്നീട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഇത് ഈ ചക്ക കൊണ്ട് നമുക്ക് കുഴഞ്ഞിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് വെള്ളം, അതായത് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത് വീണ്ടും നമുക്കിതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കാരണം ഇത് ചൂട് വെള്ളം ആയതുകൊണ്ട് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് കുഴച്ച് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കാനായിട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ശർക്കര പാനി ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാം. നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. മധുരം എത്രയും വേണോ അത്രയും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ, ചെറിയ ചൂടുണ്ട്, അതിനകത്തോട്ട് ഞാൻ നമ്മുടെ ചക്കച്ചുള ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ച ചക്കച്ചുളയാണ്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇതിലോട്ട് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇത് ഇച്ചിരി ഏലക്കാപ്പൊടിയും ഒരു അല്പം ജീരകപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തേങ്ങായും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്നും ഇടുന്നില്ല, കാരണം ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ഇടുന്നില്ല. തേങ്ങായും ചക്കപ്പഴത്തിൻ്റെ അത് ചെറിയ പീസായിട്ട് മുറിച്ചതും. അപ്പോൾ നമുക്ക് കാരണം ചക്കയുടെ പിന്നെ കൊഴുക്കട്ടയല്ലേ, അപ്പോൾ അതുകൊണ്ട് ചക്ക വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനി ഒന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം. ഞാനിവിടെ സ്റ്റീമർ ഇങ്ങനെ ഒരു വാഴയില ഇട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ടാണ് ഞാൻ കൊഴുക്കട്ട ഫില്ലിങ്സ് നിറച്ചിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ അല്പം കയ്യിൽ എണ്ണ തൂത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ ഉരുള എടുത്തിട്ട് നന്നായിട്ട് അതിനെ ഉരുട്ടിയിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു കുഴി ഉണ്ടാക്കി അതിനകത്തോട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഉരുട്ടി എടുക്കാം. ഞാനിതെല്ലാം ഒന്ന് ചെയ്ത് വരട്ടെ. അങ്ങനെ ഞാൻ ഇതെല്ലാം ഉരുട്ടി കൊഴുക്കട്ട റെഡിയാക്കി. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കയുടെ കൊഴുക്കട്ടയാണ്. അപ്പോൾ സ്പെഷ്യൽ കൊഴുക്കട്ട. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഫീഡ്ബാക്ക് തരണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കണും കൂടെ ഒന്നമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇനി കാണും വരെ എല്ലാവർക്കും
എല്ലാവർക്കും ബൈ. താങ്ക് യു.